ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഓരോ ജലദോഷം, പനി അതൊക്കെ കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് മഴ പിടിക്കുന്നതിന് മുന്നേ ഉള്ളൊരു മഴയായിരുന്നു കേട്ടോ. എന്നാലും ശരിക്കും മഴക്കാലം പോലെ ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇവിടെ മഴ പെയ്താൽ ആകെ മൂടിയിട്ട് അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരിക്കും കേട്ടോ. ശരിക്കും ഈ ഒരു കാലാവസ്ഥയിലാണ് പരിപ്പ് വടയും കട്ടൻ ചായയൊക്കെ ആയിട്ട് കഴിക്കേണ്ടത്. പക്ഷേ കറണ്ട് നമ്മളെ ചതിച്ചു. ഇൻവേർട്ടറും കേടായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപ്പ് അരച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പരിപ്പ് വടയൊന്നും ഇല്ലാണ്ട് വെറുതെ ഒരു കട്ടൻ ചായയും കുടിച്ച് എല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കറണ്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ പണി നടക്കും. പിന്നെ ഈ ഒരു കൊലായിൽ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ്. മഴ കുറഞ്ഞപ്പം എല്ലാവരും ഓരോ വഴിക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ പരിപ്പ് വടയ്ക്ക് ഉണ്ടാക്കാനുള്ള കറിവേപ്പില പറിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഇതാ ത്രിജൂട്ടം മുറ്റത്ത് ഭയങ്കര കളിയാണ്. വേഗം ഞാൻ അകത്തേക്ക് കയറ്റി വിട്ടു. ആദ്യമൊക്കെ അവനെ ഞാൻ ചെറുതായിട്ട് മഴയൊക്കെ കൊള്ളിക്കാറുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പം ഇടിയും മിന്നലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ മഴ പെയ്യുമ്പോൾ മുറ്റത്തിറങ്ങാൻ സമ്മതിക്കാറേ ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് കറിവേപ്പില തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം ആവശ്യത്തിന് അവിടുന്ന് തന്നെ പറിച്ച് കൊണ്ടുവരലാണ്. ഞാൻ വേഗം കറിവേപ്പിലയൊക്കെ പറിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭാഗ്യത്തിന് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് കറണ്ട് പോകുന്നതിന് മുന്നേ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് അരച്ച് സെറ്റാക്കി എടുക്കണേ. ഞാനൊരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച പരിപ്പാണിത്. കടലപ്പരിപ്പാണ്. നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ആ ഒരു ചെറിയ ഓറഞ്ച് കളറിലുള്ള പരിപ്പ് ഒഴികെ ബാക്കി ഏത് കളർ വേണമെങ്കിലും പരിപ്പ് എടുക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് ഫൈനായിട്ടൊന്നും അരയ്ക്കുന്നില്ല. ചെറിയൊരു ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നേ ഉള്ളൂ, വെള്ളം ചേർക്കാതെ. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, വല്യുള്ളി ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും അമ്മയുടെ രാത്രിത്തേക്കുള്ള മീനൊക്കെ മുറിച്ച് വരട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പരിപ്പ് വട ചുട്ടെടുക്കൽ പിന്നെ വേഗം കഴിയുമല്ലോ, ഇത് അരച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ കൈയൊന്ന് ജസ്റ്റ് നനച്ചതിന് ശേഷം ആ ഒരു പരിപ്പ് ബോൾസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മര്യാദയ്ക്ക് അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടി അരച്ചാലൊക്കെ ഇത് സെറ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇത് ചൂടുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറേ നേരം കുതിർത്ത് വെച്ചിട്ട് വെള്ളം കൂട്ടാണ്ട് ഇങ്ങനെ അരച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി, ഒരുപാട് വലുതാക്കുന്നില്ല, ചിലപ്പോൾ വെന്ത് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 ഒക്കെ ഒരുമിച്ചിട്ട് വേവിക്കുന്നുണ്ട്. നമുക്ക് വലിയൊരു പാത്രമാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇട്ടിട്ട് വേവിക്കാം. ഞാൻ പിന്നെ അടുപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അടുപ്പിലാകുമ്പോൾ തീ നോക്കി വേവിച്ചെടുക്കണം. പിന്നെ ഗ്യാസിലാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ക്രിസ്പി പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇവരെ കളി. പിന്നെ 5 മിനിറ്റ് ഒരുമിച്ച് കളിച്ചാൽ ബാക്കി ഫുൾ രണ്ടാളും വഴക്കുമായിരിക്കും. പരിപ്പ് വട കൊണ്ടുവന്നപ്പോഴത്തേക്കും രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്